ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ജനറൽ ഗൈഡൻസ് എടുക്കാം. ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്കുള്ള ജസ്റ്റ് ജനറലായിട്ട് നിങ്ങൾ ആക്ച്വലി നമ്മുടെ ഫുൾ മൂൺ വരുന്നുണ്ട് 29-ന്, അതായത് നാളെ ആണെന്നാണ് എൻ്റെ ഐ തിങ്ക്, അതോ ഇന്നാണോ സോറി ഇന്നോ നാളെയോ ആയിട്ടുണ്ട്. 29th ആണ് വരുന്നത്. ഓക്കെ, സോ എന്തായാലും ഫുൾ മൂണിൻ്റെ എനർജീസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫുൾ മൂണിൻ്റെ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ എന്തായിരിക്കും എന്നുള്ളത് നോക്കാം നമുക്ക്. ഓക്കെ, ലെറ്റ്സ് സി. നമുക്ക് ഫുൾ മൂൺ എനർജീസ് നിങ്ങളുടെ ലൈഫിൽ, അതായത് നിങ്ങൾക്ക് എന്താണ് കൊണ്ടുവരുന്നത് നോക്കാം നമുക്ക്. ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് അത്. സോറി, രണ്ടെണ്ണം വന്നു, കുഴപ്പമില്ല. മൂൺ തന്നെയാണ് വന്നത്. മൂണും 3 of Wands ഉണ്ട്. ആൻഡ് ഓക്കെ 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 ഓ മൈ ഗോഡ്. വാവ്, നല്ല ഹെവി എനർജിയാണ്, വളരെ ഹെവി എനർജിയാണ്. ലൈക്ക് എനിക്ക് എന്താ പറയുക, ഫുൾ മൂൺ ഐ തിങ്ക് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഓൾറെഡി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഗോ ത്രൂ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് വളരെ ഒരു സാഡ് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ടെൻഷൻ, സ്ട്രെസ്സ്, മാത്രമല്ല ഒരു മനസ്സിൽ തന്നെ ഭാരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും വളരെയധികം. ആക്ച്വലി ഒരുപാട് എന്താ പറയുക, എനിക്ക് പറയാൻ പറ്റുന്നില്ല, ബിക്കോസ് ആ ഫീലിംഗ് എനിക്ക് വളരെ ഇത് കാർഡ്സ് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു എനർജി വന്നു. അതായത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ടെൻഷൻ തരുന്നത്, വിഷമിപ്പിക്കുന്നത് രീതിയിൽ എന്തെങ്കിലും ഉണ്ടാവാം. ഓക്കെ, എന്ന് വെച്ചിട്ട് ടെൻഷൻ ആവണ്ട, നമുക്ക് പറയാം. ഓക്കെ, ഡോണ്ട് വറി. യെസ്, ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ, സോ ഇവിടെ ടെൻഷൻ ആവേണ്ട കാര്യമല്ല, ബട്ട് ഇതൊരു ഹെവി ഫേസ് ആണ് നിങ്ങൾക്ക്. ഓക്കെ, നമ്മൾ പറയില്ലേ, ഒരു ലൈഫിൽ ഒരു ഹെവിനെസ്സിൽ കൂടി കടന്നു പോകേണ്ട സമയമാണ്. ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട സമയമാണ്. ഐ തിങ്ക് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുന്ന സമയമാണെന്ന് പറയാം. ഫസ്റ്റ് തന്നെ നമ്മുടെ മൂൺ വന്നു. സോ ഡെഫിനറ്റ്ലി നമ്മുടെ ഫുൾ മൂൺ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഫുൾ മൂൺ സമയത്ത് ശരിക്കും ഫുൾ മൂൺ എന്ന് പറയുമ്പോൾ നമുക്ക് എനിക്കൊരു ഫീലിംഗ് വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇതിൻ്റെ പകുതിയായപ്പോൾ തന്നെ, അതായത് 3 പകുതിയായ സമയം തൊട്ട് തന്നെ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ഒരു 1 വീക്ക് തൊട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ടാവും. ആൻഡ് ഈ ഫുൾ മൂൺ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ലൈക്ക് പിക്ചർ കിട്ടും എന്ന് പറയില്ലേ, ആ രീതിക്ക് ചില സംഭവങ്ങളാണ്. ഓക്കെ, അതും വളരെ ഹെവി എനർജി, ഡെവിൾ എനർജി. സോ നിങ്ങളുടെ ലൈഫിലുള്ള ടോക്സിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കും. അത് ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും. സോ ഇവിടെ നമ്മൾ ഒരു കാര്യം മാത്രം എനിക്ക് പറയാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ ഓഫീസിലോ ജോലിയിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. നിങ്ങളെ ആരെങ്കിലും എന്താ പറയുക, വേണം വെച്ച് ചീറ്റ് ചെയ്യുന്ന രീതിക്കോ, അല്ലെങ്കിൽ സോറി, എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു നമ്മൾ പറയില്ലേ, ആ ഒരു ഇത് കയറി വരുന്നുണ്ട്. ഞാൻ കാർഡ് എടുത്തപ്പോൾ തൊട്ട് എനിക്ക് ആ ഒരു വളരെ ഹെവി എനർജിയാണ് വരുന്നത്. എല്ലാവരും ഒരു കാര്യം ചെയ്യുക, പ്രത്യേകം എനിക്ക് ഫസ്റ്റ് തിങ് നിങ്ങൾ ഇന്ന് ഉപ്പിട്ട് കുളിക്കൽ കാര്യങ്ങൾ ചെയ്യുക. ഫുൾ മൂൺ ദിവസം ചെയ്യുക, ഉപ്പിട്ട് കുളിക്കുക, ഒന്ന് സമാധാനമായിട്ടിരുന്ന് ഇപ്പം ഞാനെന്താ ഇവിടുത്തെ കൊളുത്തി, എന്തായാലും അത് നന്നായി. സോ എന്തെങ്കിലും നിങ്ങൾ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് കുറച്ചിരിക്കുക, വിളക്ക് കൊളുത്തി വെച്ച് നിങ്ങളെ മുമ്പിൽ വെച്ച് ക്യാൻഡിൽ വെച്ചിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, കുറച്ച് നേരം ശാന്തമാവാൻ ശ്രമിക്കുക. ഐ എം ഷുവർ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ഹെവി എനർജി ഉണ്ടാവും. എനിക്കത് വളരെ സ്ട്രോങ് ആയിട്ട് പിക്ക് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളോട് ആദ്യം ഒന്ന് ക്ലെൻസ് ചെയ്യൂ. ഓക്കെ, നിങ്ങളുടെ ഏരിയ, നിങ്ങളുടെ വീട് എല്ലാം ഒന്ന് ക്ലെൻസ് ചെയ്യൂ. ഓക്കെ, അത് ആവശ്യമാണിപ്പോൾ, ഞാനും ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കയറി വരുന്നത്. സോ ഇവിടെ യെസ്, ആ ഡെവിൾ എനർജി വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, വളരെ ലൈക്ക് ഒരു നെഗറ്റീവ്, നിങ്ങളുടെ ലൈഫിൽ ടോക്സിക് ആയിട്ടിരുന്ന ഒരു സംഭവം ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞ് മനസ്സിലാവുന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ മജീഷ്യനും ഉണ്ട്. ഓക്കെ, മജീഷ്യൻ ആൻഡ് ഡെവിളൊക്കെ ഒന്നിച്ച്, ഡെത്ത് ഒക്കെ ഇതൊക്കെ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും, ഒന്നുമില്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ മേലെ എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും കണ്ണ് തട്ടിയത് എന്ന് പറയുന്നില്ല, അതിനേക്കാൾ സ്ട്രോങ് ആണിത്. ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കാണാം. കുറച്ച് പേർക്ക്, എല്ലാവർക്കും അല്ല, സോറി, കുറച്ച് പേര് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ബാധിച്ചിരിക്കാം. ഒന്ന് നോക്കിയിട്ട് പറ്റിയാൽ അതിന് വേണ്ട റെമഡീസ് ചെയ്യിപ്പിക്കൂ. ആരോടെങ്കിലും അറ്റ്ലീസ്റ്റ് അമ്പലത്തിൽ പോയിട്ട്, അമ്പലത്തിലോ നിങ്ങളുടെ വിശ്വാസം എവിടെയാണെന്ന് വെച്ചാൽ അങ്ങനെ പോയി ഒന്ന് പ്രാർത്ഥിക്കുക, കാര്യങ്ങൾ ചെയ്യുക. കാരണം ഇത് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നെഗറ്റീവ് നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ചതിക്കുന്ന രീതിക്കാണ് കാണുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഒരു മറയാണ് കാണുന്നത്. എനിക്ക് സങ്കടവും വിഷമവും ഹെവിനെസ്സും എല്ലാം വരുന്നുണ്ട്. സോറി, ഞാൻ പറയുന്നത് നിർത്തി ഒരുപാട് സമയമെടുക്കും. ഫാസ്റ്റാക്കി കണ്ടോളൂ. ഓക്കെ, സോറി, ക്ലെൻസ് ചെയ്യണം എനിക്ക്.
ഒന്ന് ഒരു ബെല്ലുണ്ടായിരുന്നു ഇവിടെ. എല്ലാവരെയും ഒന്ന് ക്ലെൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. അത്രയും ഹെവി എനർജിയാണ് ഞാൻ പിക്ക് ചെയ്തത്. ഓക്കെ, സോ എന്തായാലും എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. എല്ലാവരും വേണ്ട പ്രാർത്ഥനകൾ, കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് തിങ്, ഓക്കെ, നമ്മളിവിടെ കാണുന്നത് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് തെളിഞ്ഞ് വരുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളെ ആരോ നമ്മൾ പറയില്ലേ മുമ്പിൽ നിന്ന് ചതിച്ച രീതിക്കാണ് കാണുന്നത്, മാജിക്ക് കാണിക്കുന്ന പോലെ. ഓക്കെ, ഒരു കൺകെട്ട് വിദ്യ നടത്തിയ പോലെ ആരെങ്കിലും നിങ്ങളെ അത്രത്തോളം ചതിച്ച് കാണാം, ചീറ്റ് ചെയ്ത് കാണാം. ഈവൻ ലൈക്ക് ചതി, ചീറ്റിങ്, പൈസ എടുക്കലോ അല്ലെങ്കിൽ കളവ് അങ്ങനത്തെ കാര്യങ്ങളല്ലെങ്കിൽ പോലും. ഓക്കെ, ഇപ്പം റിലേഷൻഷിപ്സിലാവാം, ജോലി സ്ഥലത്താവാം, ജോലി സ്ഥലത്ത് ആരെങ്കിലും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയണ്ടല്ലോ. ഓക്കെ, സംതിങ് ഈസ് ഗോയിങ് ഓൺ. ഓക്കെ, നിങ്ങളുടെ പിന്നിൽ നടക്കുന്ന ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയും. ഓക്കെ, ആൻഡ് ഇവിടെ പക്ഷേ എന്താണെന്ന് വെച്ചാൽ അത് ഒരു കണക്കിന് നല്ലതാണ്. ഓക്കെ, ഇനി പോസിറ്റീവായിട്ടുള്ള കാര്യം പറയാം. വട്ട് എവർ ഇസ് ഹാപ്പനിങ്, ഓക്കെ, അത് റിലേഷൻഷിപ്പിലാവാം, ഫൈനാൻസിലാവാം, നിങ്ങൾ ആരെങ്കിലും ഫൈനാൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്സിൽ, അല്ലെങ്കിൽ ഈവൻ ഫാമിലിയിൽ. ഓക്കെ, ഫാമിലി അടക്കമാവാം, ആരും ആവാം. സോ ഒന്ന് കെയർഫുള്ളായിട്ടിരിക്കുക. ഓക്കെ, മീൻസ് എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്യുക. നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. ഓക്കെ, അതാണ് വേണ്ടത് ഈ സമയത്ത്. ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പക്ഷേ ഒരു എൻഡിങ് വരുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ആൻഡ് അത് നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തും. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് ഓവർ ഇൻവെസ്റ്റ് ചെയ്യൽ നിർത്തുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഒരു സ്റ്റോപ്പ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരും. നിങ്ങൾ എത്രത്തോളം ഇപ്പോൾ ഈവൻ ജോലിയിലായാലും ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ തീരുമാനിക്കുന്നിട്ട് ആ സിറ്റുവേഷൻ തന്നെ വേണ്ട എന്ന് ചിലപ്പോൾ വെച്ചേക്കാം. എനിക്ക് വേറെ ചിലപ്പോൾ പുതിയ ജോലി വല്ല ഓഫർ വരുവാണെങ്കിലും മീൻസ് ഞാൻ എല്ലാ സിറ്റുവേഷനും പറയാൻ ശ്രമിക്കുന്നത് എല്ലാവർക്കും ആവില്ല. എന്നാലും എല്ലാത്തിനും ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക, അത് മാത്രം എടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നോക്കാൻ തുടങ്ങും. ഓക്കെ, യു വിൽ സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് യുവർ ഓൺ ഫ്യൂച്ചർ. നിങ്ങളുടെ ഫ്യൂച്ചറെക്കുറിച്ച്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളോട് പറയുന്നുണ്ട്, ഒന്ന് അനലൈസ് ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങളോട്. ആക്ച്വലി നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ട്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ട്. പക്ഷേ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അത് ഒന്ന് ഒഴിഞ്ഞു പോകാനുള്ള സമയമായിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഫുൾ മൂൺ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കൊണ്ടുവരും. ഓക്കെ, നിങ്ങൾ പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവണം. അതുണ്ട്. ഓക്കെ, ഇതിവിടെ ഒരു ഇൻഫർമേഷൻ വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്കൊരു ചിലപ്പോൾ ഒരു ന്യൂസ് വരുന്നതായിരിക്കാം, ഇൻഫർമേഷൻ വരുന്നതായിരിക്കാം. ഇവിടെ ഒരു ഏസ് ഓഫ് പെന്റക്കിൾസ് പറയുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ നിങ്ങൾ ഇനി അത് സ്റ്റോപ്പ് ചെയ്യുന്ന രീതിക്കാണ്. നിങ്ങൾ ഇനി അങ്ങോട്ട് എന്ത് തരത്തിലായാലും ശരി, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മണി ഇൻവെസ്റ്റ്മെൻറ്റ് ആവാം, ഫൈനാൻഷ്യലി ആവാം, പിന്നെ നമ്മുടെ എനർജി ആയിരിക്കാം, സമയമായിരിക്കാം, സ്നേഹമായിരിക്കാം, ബന്ധങ്ങളിൽ കൊടുക്കുന്ന എഫേർട്ടായിരിക്കാം, എന്ത് തന്നെയായാലും നിങ്ങൾ അതിനെ നിർത്തുന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, ഒരു സ്റ്റോപ്പ് വരുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഈ ഡെത്ത് എപ്പോഴും നമ്മൾ ഡെത്ത് ആൻഡ് ന്യൂ ബിഗിനിങ് എന്ന് വിളിക്കും നമ്മൾ. പക്ഷേ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു സ്റ്റോപ്പിംഗ് ആണ്. ഓക്കെ, നിങ്ങളിനി നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തു തുടങ്ങും. ഓക്കെ, ഇവിടെ 3 of Wands നമ്മൾ ഫ്യൂച്ചറിലേക്ക് നോക്കുന്ന രീതിയിലാണ്. സോ ഐ തിങ്ക് നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് ഇത് ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന കാര്യമായിരിക്കാം, ബട്ട് ഐ തിങ്ക് ഇത് ഈ ഫുൾ മൂൺ ഈ ഫുൾ മൂൺ അല്ലെങ്കിൽ ഈ വരുന്ന കുറച്ച് ദിവസത്തിൽ നിങ്ങൾക്ക് അടുത്ത ഫുൾ മൂണിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു പീരീഡ്, ഈ ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഒരു മറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ, അതും പ്രത്യേകിച്ച് ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കും. ആൻഡ് അഗൈൻ ഞാൻ പറഞ്ഞത് പോസിറ്റീവ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇനി ഡെത്തിന് ശേഷം ഓക്കെ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ തുടങ്ങും. നിങ്ങളെന്തെങ്കിലുമൊക്കെ ആക്റ്റീവായിട്ട് ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നൈറ്റ് ഇതെല്ലാം മോൺസ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രോത്തിനെ കുറിച്ചാണ് പറയാം. ഓക്കെ, നിങ്ങൾക്കൊരു ലൈഫിൽ തന്നെ ഒരു ഗ്രോത്ത് കൊണ്ടുവരുന്ന രീതിക്ക് കാണുന്നുണ്ട്. സോ ഈ എൻഡിങ് എന്ത് തന്നെ ആയാലും ശരി, അല്ലെങ്കിൽ ഈ ക്ലാരിറ്റി കിട്ടുന്ന എന്ത് കാര്യങ്ങളായാലും ശരി, ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നിങ്ങളുടെ മുമ്പിൽ പലതും മറഞ്ഞിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയുക, ഒന്നും തെളിവായിട്ട് മനസ്സിലാവുന്നില്ല, ക്ലാരിറ്റി ഇല്ല. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, പക്ഷേ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ശരിക്കും നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് എന്തൊക്കെയോ ശരിയല്ല എന്ന രീതിയിൽ. ഓക്കെ, അത് നിങ്ങൾക്ക് കുറച്ചുകൂടി നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും കണ്ണിൻ്റെ മുമ്പിൽ കണ്ടാലേ നമുക്ക് പ്രൂഫ് കിട്ടിയാലേ നമ്മൾ വിശ്വസിക്കുള്ളൂ അല്ലേ. ബട്ട് അത് വരുന്ന പോലെയുണ്ട്, ഒരു ക്ലാരിറ്റി വരുന്ന പോലെയുണ്ട് എനിക്ക്. ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ട് എന്താണ് ഈ ഒരു സമയം എന്താണ് നിങ്ങൾക്ക് കൊണ്ടുപോയിടുന്നു എൻ്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള അഡ്വൈസ് ആയിട്ട് യൂണിവേഴ്സ് എന്താ പറയുന്നതെന്ന് കൂടി നോക്കാം. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളോട് യൂണിവേഴ്സ് എന്താ പറയാൻ ആഗ്രഹിക്കുന്നു, അവിടെ ഈ സിറ്റുവേഷനെ കുറിച്ച് യൂണിവേഴ്സ് എന്താ പറയാൻ ആഗ്രഹിക്കുന്നു. അഗൈൻ നേരത്തെ കണ്ടിരുന്നു 2 of Swords, ജസ്റ്റിസ്, ബ്യൂട്ടിഫുൾ എനർജി.
ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ട്രൂത്ത്, സത്യങ്ങൾ ചിലത് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ ഇതുവരെ കൺഫ്യൂസ്ഡ് ആയിരുന്നെങ്കിൽ ഇനി നിങ്ങൾ കൺഫ്യൂഷൻ മാറും. ഓക്കെ, നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് 3 സോഡ്സ് ആണ് വന്നത്. നമുക്ക് ക്ലാരിറ്റിയാണ്, ട്രൂത്താണ്, നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ന്യായം, നിങ്ങളുടെ ഭാഗത്തേക്ക് ന്യായം കിട്ടും എന്ന് മാത്രമല്ല ആ സത്യങ്ങൾ മനസ്സിലാക്കും. ഐ തിങ്ക് നിങ്ങൾ തീരുമാനമെടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ന്യായം വരുന്ന രീതിക്കാണ് കാണുന്നത്. ഇതുവരെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഓക്കെ, നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഇത് ചിലത് നമ്മൾ പറയില്ല, നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടാലും ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കില്ല ചില കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ എവിടെയോ ഒരു മേ ബി അതൊരു പ്രതീക്ഷയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ഒരു ഒരു പോസിറ്റീവ് ചിന്ത കൊണ്ടായിരിക്കാം. ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്ന രീതിക്കാണ്, നിങ്ങൾ വെട്ടിമാറ്റുന്ന രീതിയിലാണ്, ഒരു തീരുമാനം എടുക്കുന്ന രീതിയിലാണ്, ആൻഡ് ന്യായം അത് നിങ്ങളുടെ കൂടെ നിൽക്കും. സോ ഇത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു ജസ്റ്റിസ് ആയിട്ട് എടുക്കാം. ഇവിടെ നമ്മളെപ്പോഴും ചോദിക്കും എന്തിനാണ് പിന്നെ എൻ്റെ ലൈഫിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടെന്ന്, ഞാനടക്കം ചോദിക്കുന്ന കാര്യമാണ്. സോ ഇവിടെ ബട്ട് യൂണിവേഴ്സ് പറയുന്നത് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഗോ ത്രൂ ചെയ്യാനുണ്ടായിരുന്നു. ഓക്കെ, അത് അങ്ങനെ ആ സിറ്റുവേഷൻ ഗോ ത്രൂ ചെയ്യുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഓവർ ട്രസ്റ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് എന്തോ നിങ്ങളൊന്ന് പഠിക്കാനുണ്ട്, ഒരു ലെസൺ ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ആ ലെസൺ എനിവേ അത് കുറച്ച് വിഷമിപ്പിച്ചിട്ടായാലും വേദനിപ്പിച്ചിട്ടായാലും പക്ഷെ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റും, നിങ്ങൾ തീരുമാനം എടുക്കും. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ലൈഫിൽ നല്ല അല്ലാത്തതിന് നിങ്ങൾ വെട്ടിമാറ്റുന്ന പോലെയുണ്ട്. ആൻഡ് നിങ്ങൾ ഒരിക്കലും അതൊരു നിങ്ങൾക്ക് വിഷമം വേണ്ട, നിങ്ങൾ ചെയ്യുന്ന ന്യായം തന്നെയായിരിക്കും. ഡോണ്ട് വറി. ഓക്കെ, സോ വട്ട് എവർ ഇറ്റ് ഇസ്, ഞാനിത് പറഞ്ഞപ്പോൾ ഇവിടെ എനിക്ക് 11 കണ്ടുവരും നമ്മുടെ ഇതിലെ ടൈമിൽ. സോ യെസ്, ഇതിവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ല ബ്ലെസ്സിങ് ആണ് കൊണ്ടുവരാൻ പോകുന്നത് ഇതിന് ശേഷം. ഓക്കെ, ഇവിടെ ചാരിറ്റാണ്, മുന്നോട്ട് മൂവ്മെൻ്റ് ആണ്, നിങ്ങൾക്ക് മുന്നോട്ട് ലൈഫിൽ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്തിരുന്നു, നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റും, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ലൈഫ് ഓക്കെ കുറച്ചുകൂടി മുന്നോട്ട് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകും. ഓക്കെ, ഈ ഒരു ട്രൂത്ത് ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഈ ഫുൾ മൂൺ സമയത്ത്. സോ ഐ നോ ഭയങ്കര ഒരു വിഷമം ഉള്ള ഒരു കാര്യമായിരിക്കും, ബട്ട് എന്നാലും അത് നിങ്ങൾക്ക് നല്ലതുമായിരിക്കും. ഓക്കെ, സോ കീപ് പ്രേയിങ്, ഞാൻ അത്രേ പറയുന്നുള്ളൂ. നന്നായിട്ട് പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുക, ദൈവത്തിൽ ട്രസ്റ്റ് വയ്ക്കുക. എന്ത് തന്നെയായാലും നമ്മളതിനെ ഓവർകം ചെയ്യാൻ ദൈവം തന്നെ കൂടെ നിൽക്കും. ഓക്കെ, ഓക്കെ, നമുക്ക് നമുക്ക് അഡ്വൈസ് കാർഡ്സ് എടുക്കാം. ഓക്കെ, പ്രൊട്ടക്ഷൻ, യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് പറയാം. ഓക്കെ, സെൽഫ് റിഫ്ലക്ഷൻ, അഡ്വൈസ് കൂടി കുറച്ചെടുത്തേക്കാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഗ്രോത്ത്, യെസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആൻഡ് 1 മോർ, ട്രസ്റ്റ്. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ്, ഫെയ്ത്തും ഉണ്ട്, ട്രസ്റ്റും ഉണ്ട്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് വിൽ പവർ വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുകൂടിയാണ്. ഓക്കെ, വിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക, ഇച്ഛാശക്തി എന്ന് പറയാം അല്ലേ? വാ, മലയാളം വാക്കൊക്കെ കിട്ടാൻ തുടങ്ങി. ഓക്കെ, ഇച്ഛാശക്തി എന്ന് പറയും. സോ ആ നിങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, സോ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ തന്നെ നിങ്ങൾ ട്രസ്റ്റ് വയ്ക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്തും ചെയ്തെടുക്കാൻ സാധിക്കും എന്നാണ്. നിങ്ങളുടെ വിൽ പവർ വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഡോണ്ട് വറി. ഓക്കെ, എന്ത് തന്നെ സിറ്റുവേഷൻ വന്നാലും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, യു ആർ ഓൾവേസ് അണ്ടർ പ്രൊട്ടക്ഷൻ. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ പറയും ഇത്രയും ടെൻഷൻ, സ്ട്രെസ്, വേദന അല്ലെങ്കിൽ ചതിവ് എന്ത് തന്നെയായാലും അതൊക്കെ വന്നപ്പോൾ നിങ്ങൾ പറയും പിന്നെ എന്ത് പ്രൊട്ടക്ഷൻ, അതും പക്ഷെ അവിടെ ആ സമയങ്ങളിലും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്, ദൈവം നിങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്. നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. ഓക്കെ, ബട്ട് മേ ബി ചിലപ്പോൾ നിങ്ങൾ തകരേണ്ടതായിരിക്കാം, ബട്ട് ആ തകരാതെ നിങ്ങളെ പിടിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതവിടെ ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ്. നിങ്ങളെപ്പോഴും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയും വേണം, പഠിക്കുകയും വേണം അല്ലേ? സോ അത് എന്താ പറയുക, ഒരു അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഒരു പാരൻ്റൊക്കെ നമ്മളെ കെയർ ചെയ്യുന്ന രീതിക്കൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ചില വേദനകളും വരും, പക്ഷേ അതിൻ്റെ ഒപ്പം അവരെ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ കൂടി ദൈവത്തിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. യു ആർ പ്രൊട്ടക്റ്റഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ സെൽഫ് റിഫ്ലക്ഷൻ പറയുന്നുണ്ട്. ഇത് നിങ്ങൾക്കൊരു സമയമാണ്, നിങ്ങൾ അവനവനിലേക്ക് നോക്കേണ്ട സമയമാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയേണ്ട സമയമാണ്. ഓക്കെ, നിങ്ങൾ നല്ലോണം മനസ്സിലാക്കാനുണ്ട് ചില കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ അവനവനെ പറ്റി ആദ്യം മനസ്സിലാക്കാം, മറ്റുള്ളവരെ പറ്റിയല്ല. ഓക്കെ, നിങ്ങൾ എന്തുകൊണ്ട് ഇത്രത്തോളം നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ ചിന്തിക്കേണ്ട സമയമാണ്. നിങ്ങൾ ആരാണ്, എന്താണ് എന്നൊക്കെ തിരിച്ചറിയേണ്ട സമയമാണ്. സെൽഫ് റിഫ്ലക്ഷൻ്റെ സമയമാണ്. ഓക്കെ, ഒരിക്കലും അവനവനെ കുറ്റപ്പെടുത്തരുത്. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയി അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വിശ്വസിച്ചു, അതൊരിക്കലും ഒരു തെറ്റല്ല. ഓക്കെ, ബട്ട് മറ്റുള്ളവരത് കീപ്പ് ചെയ്തില്ല എന്നുള്ളത് അത് അവരുടെ മിസ്റ്റേക്കാണ്, ഒരിക്കലും നമ്മുടെ മിസ്റ്റേക്ക് അല്ല. അങ്ങനെ വിചാരിക്കരുത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ലോകത്ത് നമ്മളെ കുറച്ചുകൂടെയൊക്കെ സ്മാർട്ടായേ പറ്റൂ, വേറെ നിവർത്തിയില്ല.
ഓക്കെ, സോ അതുകൊണ്ട് കുറച്ചൊക്കെ പോസിറ്റീവായിട്ട് നിങ്ങൾ മാറാൻ ശ്രമിക്കുക. ആൻഡ് ഇവിടെ ഗ്രോത്ത്, യെസ്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വളരാനുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ബട്ട് അതിന് ചില കാര്യങ്ങൾ പഠിച്ച് നമ്മൾ അതിന് വേണ്ട ആക്ഷൻസ് കൂടി എടുക്കണം. ആ ആക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഡിവൈൻ ടൈം എന്നുള്ള കാര്യമുണ്ട്. ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ട്, കയ്യിൽ വാച്ച് ഉണ്ട്. ഓക്കെ, സോ പറയുന്ന ആ ഡിവൈൻ ടൈമിൽ നിങ്ങൾക്ക് ഡിവൈൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് ആ ഒരു ഗ്രോത്ത് ഓട്ടോമാറ്റിക്കലി വരും. പേടിക്കേണ്ട, നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് മാറ്റങ്ങളെല്ലാം വരും. ആൻഡ് ഇവിടെ ട്രസ്റ്റ് പറയുന്നുണ്ട്, ഇത് യൂണിവേഴ്സിലാണ് ട്രസ്റ്റ് വയ്ക്കാൻ പറയുന്നത്. അവനവനിൽ ട്രസ്റ്റ് വയ്ക്കൂ, യൂണിവേഴ്സിൽ ട്രസ്റ്റ് വയ്ക്കൂ, ദൈവത്തിൽ ട്രസ്റ്റ് വയ്ക്കൂ, മറ്റുള്ളവരിൽ എന്നല്ല പറയുന്നത്. ഓക്കെ, നിങ്ങൾ ദൈവത്തിലേക്ക് ട്രസ്റ്റ് കൊടുക്കൂ. ദാറ്റ് എന്ത് തന്നെ സംഭവിച്ചാലും എല്ലാത്തിനും ഒരു കാരണമുണ്ട്, അല്ലെങ്കിൽ ഒരു റീസൺ ഉണ്ട്. ആൻഡ് അതിൽ നിന്ന് നമ്മൾ എപ്പോഴും യൂണിവേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്. സോ ഉള്ളതിന് അപ്പോൾ ആരോ നിങ്ങൾക്ക് സപ്പോർട്ടുള്ളതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, സപ്പോർട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ എപ്പോഴും നന്ദി പറയുക, നന്ദിയുള്ളവരായിരിക്കാം. ഈവൻ ദൈവത്തിന്, വേറെ ആരും അല്ലെങ്കിലും ദൈവത്തിന്. ഓക്കെ, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക, എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. ആൻഡ് യെസ്, ഇത് എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, ഒരുപാട് എന്താ പറയുക, നമ്മൾ എത്രത്തോളം വേഗം റിയലൈസ് ചെയ്യുന്നോ അത്രത്തോളം വേഗം നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ അവനവനിലേക്ക് നോക്കാം. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞേക്കൂ. ഈ ഫുൾ മൂൺ സമയത്ത് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അവനവനിലേക്ക് നോക്കി തുടങ്ങും. ഓക്കെ, നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്തൂ. മറ്റുള്ളവരിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഒന്നും കൊണ്ടുവരാം. ഇവിടെ ഫെയ്ത്തും ഉണ്ട്. സോ യെസ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നല്ലത് നടക്കും എന്നൊക്കെയാണ്. ഓക്കെ, ആൻഡ് നമ്പേഴ്സ് ഇവിടെ എനിക്ക് കണ്ടതൊന്ന് പറയാം ഞാൻ. 13 ഉണ്ട്, 13, 24, 17, 5, 32 ആൻഡ് 23 ഉണ്ട്. 23 ആൻഡ് 32 ഇവിടെ നമുക്ക് മിറർ നമ്പേഴ്സ് വന്നിട്ടുണ്ട്. സോ 555 ആക്ച്വലി 3 തവണ എടുക്കാം നമുക്ക്. സോ 555 ചേഞ്ചിൻ്റെ നമ്പറാണ്. ചില കാര്യങ്ങൾ മാറുന്നു എന്നാണ് പറയുന്നത്, മാറ്റങ്ങൾ വരാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിൽ എന്ന് എടുക്കാം. ആൻഡ് ഇവിടെ 4 ഉണ്ട്, ഇവിടെ 6 ആൻഡ് 8 കൂടി പറയാം നമ്പേഴ്സ്. ഓക്കെ, ഈ നമ്പേഴ്സ് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആവാം, അല്ലെങ്കിൽ ഇത്ര ദിവസത്തിൽ ചില കാര്യങ്ങൾ നടക്കും എന്നൊക്കെ രീതിയിലായിരിക്കാം. ഓക്കെ, സോ എന്തായാലും ഈ ഫുൾ മൂൺ നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി കൊണ്ടുവരും. ആ ക്ലാരിറ്റി കൊണ്ടുവരുമ്പോൾ പക്ഷേ ഒരിക്കലും നിങ്ങൾ തകരും എന്ന് വിചാരിക്കരുത്. യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ ട്രസ്റ്റിൽ നിങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ആക്ച്വലി പറയാൻ വിട്ടുപോയി, സോറി. മറ്റേ ഗ്രൂപ്പ് ഫുള്ളായിക്കഴിഞ്ഞു, ഓൾറെഡി 10 പേരായിക്കഴിഞ്ഞു. ഞാനത് നോക്കട്ടെ ഡേറ്റ് അതിനനുസരിച്ചിട്ട്. എനിവേ ഒരു സെഷൻ കൂടി പ്ലാൻ ഉണ്ടാവും. ഈ ഒരു ഫസ്റ്റ് സെഷൻ്റെ ചെയ്ത ശേഷം ഞാൻ എടുത്തുകൊണ്ടിരിക്കാൻ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എനിക്ക് ചെയ്യണം എന്ന്. എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരു ഗ്യാപ്പ് വെച്ച് എനിക്ക് അങ്ങനെ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. സോ നോക്കാം, ഞാൻ അനൗൺസ് ചെയ്യാം ആ കാര്യം ഒന്ന്. ബട്ട് ഇപ്പോൾ ഓൾറെഡി ജോയിൻ ആയി. സോ ഞാനൊരു ഈ ഫസ്റ്റ് ബാച്ച് ഞാൻ നോക്കട്ടെ, ഒന്ന് അവരോട് സംസാരിച്ച് ഞാൻ കാര്യങ്ങളൊന്ന് ഞാനൊന്ന് ഓർഗനൈസ് ആയ ശേഷം ഞാൻ അടുത്തതിനെക്കുറിച്ച് പറയാം. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. പേഴ്സണൽ റീഡിങ്സിൻ്റെ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യൂ. നന്ദി, നമസ്കാരം.